24 hours emergency service in Trivandrum. അതൊക്കെ ഒരു രസം. അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല, പല കാര്യങ്ങളും അറിയാം. കുഴപ്പമില്ല, ഒരു കിട്ടിയതാ എന്താ പറയണ്ട്? എന്താ പറയണ്ട്? ഒന്നും പറയല്ല. എങ്ങോട്ടാ നിങ്ങൾ വന്നിരിക്കുന്നേ? നിങ്ങൾ എങ്ങോട്ടാ വന്നിരിക്കണേ? ഇന്റർവ്യൂലാണ്. മതി, വീഡിയോ എടുക്കും. ഓരോ വീഡിയോ നിങ്ങൾ എങ്ങോട്ടാ വന്നില്ല? എട്ടാം ഉത്സവ ദിവസമായി ഇന്ന് ഡൈനാസ്റ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വകയായി വൈകിട്ട് ഇത് പിടിച്ചോ. അവിടെ അവര് വേറെ വീട്ടിൽ വെച്ചു വേറെ എവിടെ അവരെ വിളിച്ചോളൂ. അതെനിക്കറിയില്ല കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്. നല്ല തിരക്കുണ്ട്. പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാസ്സിൽ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. സമയം 11 മണി. ഒരു ഇതിലേ പോണം. ചെരുപ്പ് അല്ല, ക്യൂ നിൽക്കാനായിട്ട്. ഇത് ഗ്രൂപ്പിലിട്ടോ ചേച്ചി. ഇത് ഫോട്ടോ 2 എടുക്കാം കേട്ടോ.
അങ്ങനെ ഞങ്ങൾ പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ റെഡിയായി. എല്ലാവരും രാവിലെ കുളിച്ച് പൊങ്കാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി. അങ്ങനെ എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ പൊങ്കാല അടുപ്പ് കത്തിക്കണതും കാത്തിട്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറേ ഫോട്ടോ സെഷൻസും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കിട്ടണത് ഈ സമയത്താണ്. കസിൻസും ഇത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് കിട്ടണത് ഇപ്പോഴല്ലേ. അപ്പോൾ കുറേ ഫോട്ടോ സെഷൻസും ഒക്കെ അത് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കണതും കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 9:45 അടുപ്പ് കത്തിക്കണത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കത്തിക്കണത് വരെ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയും ഇതൊക്കെ അവിടെ വന്നിരുന്ന കുട്ടികളും ഒക്കെയാണ് കേട്ടോ. അവിടെ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെയാണിത്. ഇതാ ഈ ചേച്ചിമാരും ഇവരെല്ലാവരും അമ്മൂമ്മയും ഒക്കെ ഇവരെല്ലാവരും ആ വീട്ടിലത്തെയാണ് ആ ഫ്രണ്ടിൽ നിൽക്കണം. അങ്ങനെ ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ഇതേമാതിരി കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് വരിക എന്നുള്ളത് കാത്തിരിക്കുകയാണ്. അപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നിട്ട് വേണം. എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. വിളക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിറകും വിളക്കും എല്ലാം റെഡിയാണ്. ഇനിയിപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നാൽ അത് കത്തിക്കേ വേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊങ്കാല ഇടുക എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. നമുക്ക് എന്താ ഓരോ വർഷത്തെയും പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നമുക്ക് പൊങ്കാലയുടെ ഡേറ്റ് വരണമെന്ന് നോക്കിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഓരോ വർഷത്തെ പൊങ്കാല കഴിയുമ്പോഴും അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പിലാണ് എന്ന് തന്നെ പറയാം. ഇതൊരു ഭയങ്കര ഒരു കൂട്ടായ്മയും അല്ലെങ്കിൽ ഹാപ്പിനെസ്സും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു ഫെസ്റ്റിവൽ എന്ന് തന്നെ പറയാം. അപ്പോൾ തിരുവനന്തപുരക്കാർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നല്ല മുഹൂർത്തം തന്നെയാണ്. പിന്നെ ദേവിയുടെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. ഇത് അടുപ്പ് അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് വന്നു. അപ്പം ഞങ്ങൾ ഇപ്പോൾ പൊങ്കാല കത്തിക്കാൻ വേണ്ടിയിട്ട് വിളക്കുന്നാണ് നമ്മൾ തീയെടുത്തത്. എല്ലാവരും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തിക്കുന്നതാണ് കാണുന്നത്. എല്ലാവരും അർജൻറ്റിലാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അടുപ്പിൽ അത് കൊണ്ടുപോയിട്ട് കത്തിക്കും. എന്നിട്ട് പിന്നെ അത് തീ പിടിച്ച് കിട്ടാനാണ് ഇത്തിരി പാടുണ്ടായിരുന്നത്. ഈ മണൽ ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് ഈർപ്പുള്ളതായിരുന്നു. അത് കാരണം ഭയങ്കര പണിയായിരുന്നു. പിന്നെ ഭയങ്കര ചൂട് ഒരേ സമയത്ത് നമ്മൾ കത്തിക്കല്ലേ. അപ്പോൾ ഭയങ്കര ചൂടും ഭയങ്കര പുകയും അല്ലെങ്കിൽ തന്നെ ചൂടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക കുറച്ച് ടൈമിലേക്ക് ഒന്നും കാണാനില്ലാത്ത അവസ്ഥയായിരുന്നു. കണ്ണൊക്കെ നീരി വെള്ളമൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ശരിയായി. ഞാൻ 3 പൊങ്കാലയാണ് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നത്. ഇത് റോട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. റോട്ടിൽ കുറേ ആൾക്കാർ റോട്ടിലൊക്കെ പിന്നെ പൊങ്കാല നമ്മൾ കത്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് തിളയ്ക്കണതും അത് തിളച്ച് പുറത്തേക്ക് വരുന്നതും ഒക്കെ കാത്തിരിക്കലാണ്. പിന്നെ അപ്പം എല്ലാവരും ഒരേ സമയത്ത് കത്തിക്കുമ്പോൾ കണ്ടില്ലേ നല്ല ഭയങ്കര പുക വരുന്നുണ്ട് കേട്ടോ. ഈ പുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പുകയായിരുന്നു. അത് പുറത്തുനിന്നും ഉള്ളിൽ ഒക്കെ ഉള്ള പുകയും ചുമയും ഒക്കെ കാണിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും. കണ്ണൊക്കെ നീറിയിട്ട് എന്താ പറയുക ഒന്നും കാണാനില്ലാത്ത അവസ്ഥയിലായിരുന്നു. പിന്നെ ഇതാ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരുടെയൊക്കെ എല്ലാവരുടെയും ഹസ്ബൻഡും ഒക്കെ വന്നിരുന്നു. പിന്നെ ആ വീട്ടിൽ തന്നെ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളതിനെ ഹെൽപ്പ് ചെയ്യാനും ഫോട്ടോ എടുക്കും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ എല്ലാവരും കത്തിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. എല്ലായിടത്തും ആ വളപ്പിൽ മൊത്തം ആൾക്കാർ ഇരുന്നിട്ട് ഇതേമാതിരി പൊങ്കാലട്ടിയിരുന്നു. എല്ലാ സ്ഥലത്തും ആൾക്കാരായിരുന്നു. എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെയൊക്കെ ആൾക്കാർ ഇരുന്നിട്ട് പൊങ്കാലട്ടിയിരുന്നു. അതിനൊരു വീഡിയോ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം പറയാം. അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിരുന്നത്
ആ വീട്ടിലത്തെ ആൾക്കാരെ ഒരു അമ്മയും ഒരു അമ്മൂമ്മയും പിന്നെ ഒരു ചേട്ടനുമാണ് ഉള്ളത്. അത് ഞങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തന്നിട്ടുണ്ട്. അവർ വീട്ടിൽ താമസിക്കുക, നമുക്ക് സ്വന്തം വീട് മാതിരി എന്താ പറയുക, ഒരു നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിലേക്ക് പോകുന്നൊരു ഫീലിംഗ് ആയിരുന്നു അവരുടെ വീട്ടിലേക്ക് പോകുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നന്നായിട്ട് നമ്മളതിനെ അവരത്രയും നന്നായിട്ട് നോക്കി എന്നുള്ളതാണ്. അവിടെ പോയിട്ടത് നമ്മളെല്ലാ വർഷവും അവിടെ പോകുമ്പോൾ അവർക്ക് നമ്മളെ കാണുമ്പോഴുള്ള ഹാപ്പിനെസ്, നമുക്ക് അവരെ കാണുമ്പോഴുള്ള ഹാപ്പിനെസ്സും അതൊക്കെ ഒരു വലിയൊരു ഇത് തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് പറഞ്ഞ് അറിയിക്കാൻ നല്ല അനുഭവമാണ്. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് പൊങ്കാലയുടെ വിശേഷം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അങ്ങനെ പൊങ്കാലയുടെ ഇത് ഒക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അതിങ്ങനെ തിളച്ച് പൊങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിളച്ച് പൊന്തി കഴിയുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതിനേക്കാട്ടിലും ഇതാണ്. അത് പുറത്തേക്ക് ചാടുമ്പോൾ ഇത് നമ്മുടെ പൊങ്കാല ഞങ്ങൾ ഇടുന്ന ചേട്ടനാണ്. ചേച്ചിക്ക് എല്ലാ ആശംസകളും, പൊങ്കാല ആശംസകളും. പിന്നെ വർഷം തോറും വരുന്ന ചേട്ടൻ പൊങ്കാലയുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. എല്ലാ വർഷവും എല്ലാ വർഷവും ഇതേമാതിരി എല്ലാ ആൾക്കാർക്കും ഇത്രയും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. തിരുവനന്തപുരത്തുള്ള എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. എല്ലാവർക്കും ആവശ്യമായ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അവർക്ക് ഇത് എല്ലാവരും പൊങ്കാലിടണം തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പൊങ്കാലയൊക്കെ തളിച്ച് വരാൻ തുടങ്ങി കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിളച്ച് മേലേക്ക് മറിയുമ്പോഴാണ് നമ്മുടെ അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അത് തിളച്ച് അതിന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീ പുക അതിങ്ങനെ കറക്റ്റായിട്ട് കത്തുണ്ടായിരുന്നില്ല. കാരണം ഇത് മണൽ കുറച്ച് പച്ചയ കാരണം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു തിളച്ച് വരാൻ വേണ്ടിയിട്ട്. ഒന്ന് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ പിടിച്ച് കിട്ടിയപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കങ്ങനെ ഇത് വിറക് എത്തിച്ചിട്ടുള്ള അത്ര ശീലമില്ലാത്ത കാരണം കൊണ്ട് അതൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ വിറക് യൂസ് ചെയ്യണില്ല, നമുക്ക് ഗ്യാസ് ഒക്കെ ആയ കാരണം പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഞങ്ങൾ സാധാരണ 2 കല്ല് വയ്ക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സ്പേസ് കിട്ടാറുണ്ട് അടിയിൽ. ഇപ്രാവശ്യം 1 കല്ല വെച്ചുള്ളൂ. അത് കാരണം സ്പേസും കുറച്ച് കമ്മിയായിരുന്നു. അതൊരു കാരണമാണ് തോന്നുന്നു. പിന്നെ അടുത്ത അപ്പുറത്തിരിക്കുന്ന ആളുടെ പുക മൊത്തം നമ്മുടെ കണ്ണിലേക്കാണ് അടിക്കുന്നത്. അപ്പം അത് കാരണം കണ്ണ് നേരിയിട്ടായിരുന്നു ഏറ്റവും വലിയ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അതാണ് കണ്ണിൽ നന്നായിട്ട് ചാടാൻ ഭയങ്കര എന്താ അനുഭവിച്ചാൽ മാത്രം മനസ്സിലാവും. പുറത്തേക്ക് സാറ്റിസ്ഫാക്ഷൻ അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. അങ്ങനെ 3 പൊങ്കാലയാണ് ഞാൻ ഇട്ടത്. ഞാനൊരു പൊങ്കാലയും പിന്നെ ഒരു നിവേദ്യച്ചോറും പിന്നെ ഒരു കടും പായസം, അങ്ങനെ 3 ഞാൻ ഉണ്ടാക്കിയത്. 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5, 7 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്ക്. ഞാൻ സാധാരണ 3 എപ്പോഴും ഇടാറുള്ളത്. ഒരു പ്രാവശ്യമായിട്ടാണ് ഒരു 5 ഇതൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇടേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ 3 കേട്ടോ ഇടാറ്. ഇപ്രാവശ്യം 3 ഇട്ടത്. അങ്ങനെ ഇതെൻ്റെ കടും നിവേദ്യമാണ് ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ നിവേദ്യമാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 വിജയകരമായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റി. അങ്ങനെ പൊങ്കാലയുടെ അവസാനത്തെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളതൊക്കെ മൂടി വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് തളിക്കാൻ വേണ്ടിയിട്ട് സമയമായപ്പോൾ പോറ്റി വന്നു. ആദ്യം വന്നിട്ട് അവർ ദക്ഷിണയൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തളിക്കാനുള്ള ആൾ വരും. അങ്ങനെ അവർ വന്നിട്ട് തളിച്ചിട്ട് പോകും. അപ്പോൾ വന്നിട്ട് അവർ തളിച്ചിട്ട് പോകും. അതോടുകൂടിയിട്ട് ഇതാ തളിക്കാനുള്ള പോറ്റി വന്നുകൊണ്ട് ഇവരാണ് വന്നിട്ട് തളിക്കുന്നത്. അപ്പോൾ
അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പ്രസാദം എല്ലാവർക്കും കൊടുക്കാം. പിന്നെ പ്രസാദം കൊടുക്കുക, പിന്നെ അവിടെ ക്ലീനിങ് ഇതൊക്കെയായിരുന്നു പിന്നത്തെ പണികളുണ്ടായിരുന്നു. പിന്നെ പ്രസാദമൊക്കെ എടുത്ത് പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ അപ്പോൾ ചന്ദ്രഗ്രഹണമായിരുന്നു. അപ്പോൾ 3 മണി തൊട്ടിട്ട് 7 മണി വരെ അമ്പലം അടച്ചിട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വെറുതെ ഒരു പ്രാവശ്യം കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോയി, അമ്പലത്തിൽ കയറാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം പിന്നെ ഞങ്ങൾ അവിടെ ദേവിയുടെ എഴുന്നള്ളപ്പം ഇതൊക്കെ കാത്തിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾക്ക് കൂടെയുള്ള 2-3-5 ആൾക്കാർ തട്ട് വെച്ചിരുന്നു ദേവിക്ക്. തട്ടിൽ സാരിയും ഫ്രൂട്ട്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് തട്ട് വെച്ചിരുന്നു. തട്ട് കയറാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു. 2 ദിവസം എന്തൊക്കെ ചെയ്തിട്ടും ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള കുര്യാത്തി പൗരസമിതി എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഉണ്ടാക്കിയിട്ടുള്ള അലങ്കാരം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ കുര്യാത്തി പൗരസമിതിയുടെ അവിടെ അവരുടെ ഫുഡും കാര്യങ്ങളും അവർ ഫുഡൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെയായിരുന്നു നമ്മൾ. അപ്പോൾ അവിടെ ഇപ്പോൾ ദേവി വരേണ്ട സമയമാണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ പടക്കം പൊട്ടിച്ചതും അങ്ങനെ എല്ലാ അലങ്കാരങ്ങളും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മൾ ഇത് തട്ട് വയ്ക്കുക എന്ന് പറയുന്നത്. തട്ടിലെ എല്ലാ സാധനങ്ങളും അലങ്കരിച്ചിട്ട് ദേവിക്ക് വെക്കണതാണിത്. അപ്പോൾ ഇതിങ്ങനെ ഓരോ പ്രാർത്ഥനകളുണ്ടാവും ഓരോ ആൾക്കാർക്ക്. നമ്മളിങ്ങനെ തട്ട് വയ്ക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ തട്ട് വയ്ക്കുന്നത്. അപ്പോൾ തട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരുമ്പോൾ ഇത് ദേവി എഴുന്നള്ളി വരുന്ന സമയത്ത് ഈ തട്ട് അവരെടുത്തുകൊണ്ട് പോകും. എന്നിട്ട് ഇത് ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും കൊണ്ടുപോയില്ല, തട്ട് മാത്രമാണ് അവർ കൊണ്ടുപോകുള്ളൂ. തട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള സാരിയും ഇതും അവർ കൊണ്ടുപോകും, ബാക്കി അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ അവിടുന്ന് 6 ആൾക്കാർ തട്ട് വെച്ചിരുന്നു. അതാണിപ്പോൾ ഈ 6 ആൾക്കാരുടെ തട്ടാണിപ്പോൾ നമ്മൾ അവിടെ കണ്ടത്. അങ്ങനെ ദേവി വരണത് എഴുന്നള്ളി വരണത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരുക്കത്തിലാണ്. അപ്പോൾ ഈ റോഡിലൊക്കെ ഈ പൗരസമിതിക്കാരും അവരുടെ വകയാണ് ഇങ്ങനെ റോഡ് മൊത്തം അലങ്കരിച്ചിട്ടുണ്ടാവും. ദേവി വരണ റോഡ് മൊത്തം അലങ്കരിച്ച് വെച്ചൊക്കെയാണ്. അപ്പോൾ ദേവി വരുമ്പോൾ ഫുള്ള് റോഡിൽ മൊത്തം പൂക്കളൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ദേവി വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ കുറേ ടൈം പിടിക്കും കേട്ടോ ദേവി എത്താൻ വേണ്ടിയിട്ട്. കുറേ എന്താ പറയുക, എഴുന്നള്ളി പതുക്കെയാണ് വരുള്ളൂ. അതിൻ്റെ മുമ്പിൽ കുറേ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് ദേവി ഏറ്റവും ലാസ്റ്റായിട്ടാണ് പിന്നെ കുട്ടികളുണ്ടാവുമല്ലോ, കുത്തിയോട്ടത്തിൻ്റെ കുട്ടികളുണ്ട്. ആ കുട്ടികളും എല്ലാം പോയി കഴിഞ്ഞ് ഈ ഘോഷയാത്ര പോയി കഴിഞ്ഞ് ലാസ്റ്റാണ് ദേവി എഴുന്നള്ളി വരുന്നത്. ദേവി എഴുന്നള്ളിയിട്ട് ആനപ്പുറത്തുനിന്ന് ദേവി എഴുന്നള്ളി വരിക എങ്ങനെയത് പറയാന്നറിയില്ല. ഇത് ആ സമയത്ത് ഉണ്ടാവും നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. യഥാർത്ഥ ഇതാണ് ദേവി എഴുന്നള്ളിയിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു ഇത് എന്താ പറയുക, സന്തോഷം. അപ്പോൾ ദേവി എഴുന്നള്ളി വരുമ്പോൾ നമുക്ക് കാണാം ഫസ്റ്റ് ഇതാണ് ഇങ്ങനെ വിളക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുട്ടുകൊടയൊക്കെ പിടിച്ച് ആദ്യം വിളക്ക് പിടിച്ചിട്ടുള്ള ആൾക്കാർ പോകും. അത് കഴിഞ്ഞിട്ട് മുട്ടുകൊടയൊക്കെ പിടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ പിന്നെ ആനപ്പുറത്താണ്. അതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ദേവി ആനപ്പുറത്താണ്. ദേവി 2 സൈഡിലും ഇതേമാതിരി ആൾക്കാർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തട്ടും ഒക്കെ ആയിട്ട് കാത്തുനിൽക്കുന്നുണ്ടാവും. അപ്പോൾ ദേവി വരുന്നത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പടക്കം പൊട്ടിച്ചിട്ടും പൂക്കൾ ഇട്ടിട്ടും ഒക്കെ ഇങ്ങനെ ദേവീനെ, അയ്യോ ഇതാ ദേവി ആനപ്പുറത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവി വരുമ്പോൾ നമുക്ക് കാണാം പടക്കം പൊട്ടിക്കുന്നുണ്ട്, ഫ്ലവേഴ്സ് ഇടുന്നുണ്ട്, വിളക്ക് പിടിക്കുന്നുണ്ട്. ഈ ഒരു ഭയങ്കര ഒരു എന്താ പറയുക,
ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് ഈ രാവിലത്തെ. നമ്മളിത് ഇപ്പോൾ ഏകദേശം ഒരു 5-5:30 മണിയാവാറായിട്ടുണ്ട് കേട്ടോ ദേവി വരുന്നത്. അപ്പോൾ ദേവി ഞങ്ങളുടെ ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇപ്പോൾ കുര്യാത്തി അമ്പലത്തിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ഈ ഇത്രയും എന്താ പറയുക ഇതിൻ്റെ ഈ റോഡിൻ്റെ 2 വശത്തും നിൽക്കുന്ന ആൾക്കാരുടെ തട്ടും കാര്യങ്ങളും അതും ഇതൊക്കെ സ്വീകരിച്ചിട്ടല്ലേ വരുന്നത്. അപ്പോൾ 2 സൈഡിലും അവിടെയുള്ള എല്ലാ വീട്ടിലത്തെ ആൾക്കാരും തട്ടും കാര്യങ്ങളും ദേവിക്ക് ഇത് പൂവും സാരിയും ഇതൊക്കെ ആയിട്ട് ഇവരിങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്വീകരിച്ച് പതുക്കെ വരുള്ളൂ. അപ്പോൾ അവിടുന്ന് ഇറങ്ങണ ദേവി ഇവിടെ എത്തുമ്പോൾ രാത്രി ഇറങ്ങിപ്പോവും. പക്ഷെ നമ്മളുടെ അവിടെ എത്തുമ്പോൾ 5-5:30 മണിയായിരുന്നു ഞങ്ങളുടെ ആ ഏരിയയിലെത്തുമ്പോൾ. അപ്പോൾ അവിടെ ആണ് ഈ ഫ്ലവേഴ്സൊക്കെ ഇട്ടിട്ട് റൂട്ടിൽ മൊത്തം ഫ്ലവേഴ്സായിരുന്നു. ഫ്ലവേഴ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ സ്വീകരിക്കും നമ്മൾ. അപ്പോൾ എല്ലാവരും അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഘോഷയാത്രയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുത്തിയോട്ടത്തിനുള്ള കുട്ടികളൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്കും ഒരേ ഒരു കുട്ടി മാത്രമാണ് ദേവിയുടെ ഭടനായിട്ട് ഒരു കുട്ടി ഉണ്ടാവും. അത് നറുക്കിട്ടിട്ടാണ് എടുക്കണതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അപ്പോൾ ആ കുട്ടിയും ഉണ്ടാവും ദേവിയുടെ കൂടെ ഭടനായിട്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾ ബാക്കി എല്ലാ കുട്ടികളുടെയും കുത്തിയോട്ട കുട്ടികളുടെയൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പോൾ ദേവിയുടെ കൂടെ ഒരു കുട്ടി മാത്രമേ ഉണ്ടാവും ഭടനായിട്ട്. മുമ്പിൽ ആ കുട്ടിയും ഉണ്ടാവും. അങ്ങനെ ദേവിയുടെ സഹോദരനെ കാണാൻ വേണ്ടിയിട്ട്, ശ്രീ ധർമ്മശാസ്താവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാണ് ഇതിൻ്റെ സങ്കല്പം. അപ്പോൾ അങ്ങനെ ദേവി ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ദേവി സഹോദരനെ കാണാൻ വേണ്ടിയിട്ട് പോവും. അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ എത്തി സഹോദരനെ കണ്ടിട്ട് സഹോദരന് ഒരു പണക്കിഴി കൊടുത്തിട്ട് ദേവി എല്ലാവരെയും വീട്ടിൽ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ കണ്ടിട്ട് അവർ തിരിച്ചു വരും എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ ദേവി അവിടെ പോയി സഹോദരന് ഒരു പണക്കിഴിയൊക്കെ കൊടുത്തിട്ട് ദേവി അതേപോലെ തന്നെ ദേവി വീണ്ടും തിരിച്ചിട്ട് രാവിലെ ആകുമ്പോഴേക്കും ദേവി വീണ്ടും തിരിച്ചിട്ട് അമ്പലത്തിലേക്ക് തന്നെ എത്തും. അതാണ് ഇതിൻ്റെ ഈ ഘോഷയാത്രയുടെ ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അപ്പോൾ നമ്മുടെ അവിടെ ഘോഷയാത്ര എത്താറായി. അപ്പോൾ തട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം വന്നിട്ട് ഇവർ നമ്മൾ അതിൽ തേങ്ങ വെച്ചിട്ടുണ്ടാവും. അത് പൊട്ടിക്കാൻ ആദ്യം ഒരാൾക്കാർ വരും. എന്നിട്ട് നല്ല അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ. ഒക്കെ ഇത്രയും ഒരു വലിയൊരു ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി മാത്രം 2-3 ആൾക്കാർ പൂജാരിമാരുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവർ തേങ്ങ ഉടച്ചിട്ട് പോകുമ്പോൾ അടുത്ത ആൾക്കാർ വരും. അവരാണ് ഈ കർപ്പൂരം കത്തിക്കലും പിന്നെ ദേവിക്ക് അത് ഒഴിയലും പിന്നെ സാരിയൊക്കെ എടുത്തിട്ട് മാറ്റലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് വേറെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അത്ര അധികം പ്രശ്നങ്ങളില്ല. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിയും. എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ പൊങ്കാല കഴിഞ്ഞിട്ട് എന്താ പറയുക തളിക്കൽ കഴിയുമ്പോഴേക്കും നമ്മൾ പൊങ്കാല എടുത്ത് മാറ്റുമ്പോഴേക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് റോഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കണ ഒരു സപ്പോർട്ടും ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്രയും നന്നായിട്ട് അവരത് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഗവൺമെൻറ് നന്നായിട്ട് തന്നെ അത് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യലും പിന്നെ ട്രാഫിക് കൺട്രോൾ ചെയ്യണതും പിന്നെ ഇത് പൊങ്കാല കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴേക്കും എല്ലാ ആൾക്കാരും ഒന്നിച്ചിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒരേ സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെയുള്ള ആ ട്രാഫിക്കിനെ പറ്റിയിട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാന്നുള്ളതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക, പിന്നെ അതൊരു എമർജൻസി സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുക, ഇതൊക്കെ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയായിട്ടാണ് തോന്നിയത്. നന്നായിട്ട് മാനേജ് ചെയ്യേണ്ടത് എവിടെയും കണ്ടിട്ടില്ല ഇത്രയും ഫാസ്റ്റായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റും അല്ലെങ്കിൽ
പിന്നെ പറഞ്ഞ മാതിരി അതെ, ഇപ്പോൾ ദേവി എഴുന്നള്ളി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എല്ലാം ഇത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. ഇപ്പോൾ ഇത്രയും അടുത്ത് നമുക്ക് ദേവീനെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഇങ്ങനെ ഈ എഴുന്നള്ളി വരുന്ന സമയത്താണ്. അപ്പോൾ അന്ന് രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞിട്ടാണ് കേട്ടോ കാത്തിരിക്കുന്നത്. അപ്പോൾ രാത്രിയൊന്നും ആരും ഉറങ്ങിയിട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ ഈ എഴുന്നള്ളത്തും ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഈ ഘോഷയാത്ര പോണതും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാത്രി മൊത്തം ഇത് കാണലാണ് ഉണ്ടായിരുന്നു, പണി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോയി ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു മൂഡിലല്ലേ, നമുക്ക് ഉറക്കം വരില്ല, ഒന്നും വരില്ല. ഇത് എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുമോ, എത്ര കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റുമോ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഉള്ള ആലോചന എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. ഇപ്പോൾ വിളക്കും ഇതൊക്കെ അടുത്തെത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനിയും ദേവി എഴുന്നള്ളി വരുന്നത് ഇനിയും കുറച്ച് ദൂരെയാണ്, വന്നുകൊണ്ടിരിക്കണുള്ളൂ. നമ്മുടെ ആ സ്ഥലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. അപ്പം നമുക്ക് നോക്കിയാൽ കാണാം. ഞാനിത് സൂം ചെയ്തിട്ട് കാണിക്കുന്നതാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താ വെച്ചാൽ എല്ലാ ആൾക്കാരും ഇതേമാതിരി മാലയും പൂവും ഇതൊക്കെ ദേവിക്ക് ഇടാൻ വേണ്ടിയിട്ട്, ചാർത്താൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് നമുക്കറിയാം, ഇതൊക്കെ കണ്ടില്ലേ, എറിഞ്ഞു കൊടുക്കാൻ കാണാനില്ലേ. അപ്പം ഇതൊക്കെ ദേവിക്ക് ചാർത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തിരിച്ച് വീണ്ടും അത് ആൾക്കാർക്ക് തന്നെ ഇട്ട് കൊടുക്കും. അപ്പോൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു പുണ്യം. ഭയങ്കര നാരങ്ങ മാലുണ്ട്, സാധാരണത്തെ ഫ്ലവർ മാലുണ്ട്, ഇതൊക്കെ കിട്ടും നമുക്ക് അങ്ങനെ. അപ്പോൾ അത് വീണ്ടും തിരിച്ച് കൊടുക്കും. ദേവിക്ക് ചാർത്തുന്ന സാരികൾ ഒരു ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. ഭയങ്കര നമ്മൾ ഏറ്റവും ഭക്തിയിലെത്തുന്ന ഒരു സമയം എന്ന് പറയാം വേണമെങ്കിൽ. ഈ എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തെത്തുമ്പോൾ എന്താ പറയുക, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. എന്തായാലും പൊങ്കാല നമുക്ക് എല്ലാവർക്കും അതൊരു തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് മാത്രമല്ല, നമുക്കും അവിടെ എത്തണ ഓരോ ആൾക്കാരുടെ ഹൃദയത്തിലും ദേവി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ദേവിയുടെ എന്താ പറയുക, ചരിതങ്ങൾ നമുക്ക് എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും അത് മതി വരില്ല എന്ന് മതി വരില്ല. കാരണം അത്രയും ദേവിയുടെ ശക്തി എന്ന് പറയുന്നത് അത്രയും ഇതാണ്. ഒരു പ്രാവശ്യം പോണ ആൾക്കാർ വീണ്ടും വീണ്ടും അവിടെ എത്തുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ചൈതന്യം തന്നെയാണെന്ന് പറയാം. നമുക്ക് ആ ഒരു സമയം വരുമ്പോൾ ദേവീനെ കാണാനും അവിടെ എത്താനും തോന്നിപ്പിക്കുന്നത് എന്തോ ആണ്. എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. ആ സമയത്തുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം എന്നുള്ള ഒരു ഇത് എന്തായാലും വരും. ഒരു പ്രാവശ്യം പൊങ്കാലയിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ അപ്പോൾ ദേവിക്ക് കണ്ടില്ലേ, അതാ ഓരോ ആൾക്കാരും ഇതേമാതിരി അങ്ങനെ സാരിയും പൂവും ഇതൊക്കെ അണിയിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഇതേമാതിരി മുത്തുക്കൂടെയൊക്കെ അണിയിപ്പിച്ചിട്ട് വെഞ്ചാം. ഒരാൾ ഹെൽപ്പർ വരും, ഇല്ലെങ്കിൽ നമ്മളെടുത്തു.
ഇത്തിരി മാറി വെക്കട്ടെ. മോളത് തെരളിയാണ്. 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 അരിയിട്ടാച്ചി. വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടുന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു. ദേവി എഴുന്നള്ളിയിട്ട് പോയി കഴിഞ്ഞ ശേഷം അവിടുന്ന് പുറപ്പെട്ട് ഞങ്ങൾ പന്തളത്തേക്ക് വന്നു. ഇന്ന് അയ്യപ്പസ്വാമിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പന്തളത്ത് വന്നിട്ട് സ്വാമീനെയും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് തിരുവാഭരണം 2 ദിവസത്തിൽ വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഭഗവാന് ചാർത്തണത് എന്നാണ് പറയണത്. ഒന്ന് നമ്മുടെ ഇതിൽ ശബരിമലയിൽ, പിന്നെ ഒന്ന് ഭഗവാന്റെ ജന്മദിനത്തിൽ. അപ്പം ഇതാണ് ഭഗവാൻ ജനിച്ചു വളർന്ന കൊട്ടാരം. ഇത് ഈ പന്തളത്ത് കൊട്ടാരമാണ്. പന്തളത്ത് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് കേട്ടോ. ആണ് പന്തളത്ത് കൊട്ടാരത്തിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട്. കുറേ വലിയ കൊട്ടാരമാണ്. അത് കുറേ ഇതായിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെയാണ് മണികണ്ഠസ്വാമി ജനിച്ചു വളർന്നതെന്നാണ് പറയണത്. അപ്പം ഞങ്ങൾ അവിടെ പോയി. പിന്നെ അമ്പലത്തിൽ ദർശനം കിട്ടി. ഭയങ്കര തിരക്കായിരുന്നു, എന്നാലും എങ്ങനെയൊക്കെയോ ദർശനം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഭഗവാന്റെ പിറന്നാളിൻ്റെ അന്നുള്ള സദ്യ കഴിച്ചു. നല്ല സദ്യയായിരുന്നു. അത്രയും ടേസ്റ്റായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു, പക്ഷേ എങ്ങനെയൊക്കെയോ അത് കഴിക്കാൻ ഭാഗ്യം ലഭിച്ചു. അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇതൊക്കെയാണ് പൊങ്കാലയ്ക്ക് പോയിട്ടുള്ള വിശേഷങ്ങൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.